ഹലോ. ഹലോ. എവിടെയായിരുന്നു മോളെ? ഞാനൊരു സ്ഥലം വരെ പോയിരുന്നതാ. പോയിരുന്നതാ? എന്നിട്ട് എഴുന്നേറ്റില്ലേ? എഴുന്നേക്കാനോ? ആ ഇയലെ പറഞ്ഞിരുന്നതാന്ന് എവിടെയോ. എന്റെ പൊന്നാര മോനെ, എന്തോ ചെടിയൊക്കെ നിർത്തുന്നുണ്ട്. ഞാൻ വിചാരിച്ചെന്തെങ്കിലും തരാൻ വിളിച്ചായിരുന്നു. പോ. അയ്യോ, ഇപ്പൊ മിണ്ടത്തില്ല. തരാൻ കാത്തിരുന്നു. എന്തിനാ അങ്ങനെ വിളിച്ചേ? വെറുതെ മനുഷ്യനെ കൊതിപ്പിക്കാൻ വേണ്ടി ഇരിക്കുവോ ഈ പെണ്ണ്? നിങ്ങളും കൊറേ എന്നെ കൊതിപ്പിച്ചതല്ലേ? എന്ത് കൊതിപ്പിച്ചു തന്നെ ഞാന്? അങ്ങോട്ട് കൊണ്ടുപോവാന്ന് പറഞ്ഞിട്ട് കൊറേ കൊതിപ്പിച്ചില്ലേ? ഞാൻ കരുതിയതേ അന്നെ കെട്ടാന്ന് പറഞ്ഞിട്ട് ഞാൻ കെട്ടാണ്ട് പോയെന്ന്. ശരിക്കും അതാണ് മനസ്സിലാവും ആദ്യം ഓടിയെത്തിയത്. പറയുമ്പോ ഒരു ഇതൊക്കെ വേണ്ടേ? ഒന്നും മയത്തിലൊക്കെ സംസാരിച്ചു വിടല്ലോ എനക്ക്. എനിക്ക് ഇങ്ങനെയൊക്കെ സംസാരിക്കാനേ അറിയുള്ളൂ. അതെനക്കറിയാം. അല്ലാണ്ട് ചിരിക്കല്ലേ. എന്താടോ? എന്നിട്ട് പോയത് എവിടെയാ? അതൊന്നും ഇപ്പൊ പറയാൻ പറ്റൂല. അപ്പൊ ഒറ്റയ്ക്ക് കറങ്ങാൻ പോയത്? ഞാൻ മിണ്ടത്തില്ല. നിങ്ങൾ എത്രേ കറങ്ങാൻ പോയിട്ടുണ്ട്? ഞാൻ ഇത്രയെന്ന് പറയാം, ഇത്രയും നീളം വേണ്ട, കുറച്ച് നീളം മതി. ഞാൻ കുറച്ചേ പോയിട്ടുള്ളൂ. ഓ, വന്നിരിക്കോ? പറയുമ്പോ ഇത്തിരി നീട്ടൊക്കെ വേണ്ടേ? അല്ലെങ്കിലുള്ളതാ എൻ്റെ വർത്താനത്തിന് നീട്ടും പുള്ളിയല്ല ഉള്ളതാ. അതിനിപ്പോൾ പ്രത്യേകം എടുത്തു പറഞ്ഞിനി അറിയിക്കണ്ട. ആയിക്കോട്ടെ. പിന്നെ എന്നിട്ട് പോയേട്ടാ? പോയിട്ട് സെറ്റല്ലേ? എന്നിട്ട് എന്നോടൊന്നും പറഞ്ഞില്ലല്ലോ, എന്നെ വിളിച്ചില്ലല്ലോ ഈ പോയിട്ട്. അത് പെട്ടെന്നുള്ള തീരുമാനമായിരുന്നല്ലോ. തീരുമാനങ്ങൾ എൻ്റെതും പെട്ടെന്നാകും. പിന്നെ അപ്പുറത്തും അങ്ങനൊന്നും ഇപ്പുറത്തേക്കും പറയല്ലേ. വരും. അങ്ങനൊന്നും പറയല്ലേ. അങ്ങനൊന്നും പറയത്തില്ല, ഇങ്ങനെ പറയുള്ളൂ. എന്താണെന്നറിയോ, എന്തെങ്കിലും പ്ലാൻ ഇട്ടാലൊന്നും നടക്കൂല. അല്ലെങ്കിലും പ്ലാൻ അങ്ങനെയുള്ള അമ്മാതിരി പ്ലാനല്ലേ ഈ ഇടുന്നത്? മിഡിൽ ക്ലാസ് ആയിട്ടല്ലല്ലോ, ഹൈ ക്ലാസ് ആയിട്ടല്ലേ ഈ ഇടുന്ന പ്ലാനിങ് എല്ലാം. അപ്പൊ പിന്നെ എങ്ങനെ നടക്കാനാ? എന്നിട്ട് ഈ എന്നോട് കോൾ പോലും ചെയ്തില്ലല്ലോ. അത് ഭയങ്കര സന്തോഷത്തിലായിരുന്നേ. ഓ, സന്തോഷം വരുമ്പോ എന്നെ മറക്കണമെന്നല്ലയോ എൻ്റെ തിയറി? അതല്ല, വിളിക്കാൻ ഏത് ടൈം കിട്ടിയില്ല. ടൈം കിട്ടൂല ഇനി ഇതിൽ 2 ദിവസത്തേക്ക് പോയാലോ? അപ്പൊക്കെ ഞാൻ വിളിക്കും. 2 ഇത് ദിവസത്തേക്ക് പോയാൽ കുറച്ചു ഒട്ടും, നേരല്ലേ എന്റെ ഫ്രണ്ട്സുകളെ കിട്ടിയത്. അതാ പറഞ്ഞത് 2 ദിവസത്തേക്ക് പോയാൽ ഒട്ടും ടൈം കിട്ടൂല. പിന്നെ കളിയാക്കിയത് മതി. ആർക്കെങ്കിലും ഒരു അബദ്ധമൊക്കെ പറ്റും. ആർക്കെങ്കിലും അല്ലടോ, ആർക്കായാലും ഒരു അബദ്ധം പറ്റും. ആയിക്കോട്ടെ. എന്നാ ഞാനൊരു കാര്യം ചോദിക്കട്ടെ എന്നോട്? ചോദിക്കും. എൻ്റെ ജീവിതം മൊത്തം അബദ്ധമല്ലേ? അങ്ങനെ കെട്ടിയത് മുതലോ ഫുൾ കെട്ടിയത് അബദ്ധായി മുതൽ പോയി. ഫുൾ ബത്തായില്ലേ? അതുകൊണ്ട് ഇപ്പോൾ അനങ്ങാണ്ട് ഒരിടത്ത് കുത്തിയിരിക്കുന്നുണ്ട്. ഇല്ലെങ്കിൽ ഈ എന്തോ ഓട്ടോടണ്ടേ? അതാണല്ലോ. നമുക്ക് ഒരു വിലയില്ല, അന്നും ഇല്ല, ഇന്നും ഇല്ല, ഇനിയും ഉണ്ടാവില്ല. എന്നാലും നമുക്ക് സങ്കടമൊന്നുമില്ല. എൻ്റെ സന്തോഷം എൻ്റെ സന്തോഷം, അത്രയും എന്റെ മുത്തല്ലേ? ആണ്. പിന്നെ കുറേ ചൊലിപ്പിക്കടി മോളെ. ഇനി ഒലിച്ചാലേ അങ്ങ് എത്തും പറന്ന്. ജീവനാംശം പോലും ഉണ്ടാവില്ലേ. ശരിക്കും? ശരിക്കുന്നേ. സാറിനത് കണ്ടതിന് മതിയാവുള്ളൂ. ആയിക്കോട്ടെ. ആയിക്കോട്ടെ എങ്കിൽ. എന്താ ചിരിക്കണേരുന്ന്? ആ പോയ സന്തോഷ? അതൊക്കെ ഉണ്ട്. പോകുമ്പോൾ ഭയങ്കര സന്തോഷത്തിലായിരിക്കും പോണത്. വരുമ്പോൾ എൻ്റെ മുഖം ഒരു ലോഡ് ഉണ്ടാവും. അതെന്താ? അതെനിക്കറിയോ. എനക്ക് എന്തെങ്കിലും മേടിക്കാൻ പറ്റില്ലെങ്കിൽ എൻ്റെ സ്വഭാവം മാറില്ല. അത് മാറും. അതാ പറഞ്ഞത്, ഒരു ലോഡ് ഉണ്ടാവും. ഇന്ന് അങ്ങനൊന്നും ഉണ്ടായില്ല. ഉണ്ടായില്ലെങ്കിൽ നല്ലത്, ഉണ്ടായാലും എനക്ക് തന്നെ നല്ലത്. എന്തായാലും ഇതിലൊന്നും ഞാൻ പെടുകയില്ല, ഞാൻ പാവപ്പെട്ടവനാ. അയ്യടാ. എന്താടോ? അപ്പൊ ഞാനും പാവപ്പെട്ടതാ. അതാണ്, അതെനിക്കറിയാലോ. എൻ്റെ പാവം പെണ്ണല്ലേ, സുന്ദരി. അയ്യോ അയ്യോ. എന്തേ? എന്തെങ്കിലും ഉണ്ടോ പറയാന്? ഒന്നുമില്ല. എന്തോ പറയാനുണ്ട്. അതൊക്കെ അടുത്ത പ്രാവശ്യം പറയാം.